പ്രിയമുള്ള വിദ്യാർത്ഥികളെ, എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് സിസ്റ്റം പ്രാക്ടിക്കൽ എക്സാമിനേഷനുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യനും അതിൻ്റെ പ്രൊസീജിയറുമാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ ക്ലാസ്സിൽ 7ാമത്തെ പ്രാക്ടിക്കൽ ക്വസ്റ്റ്യനാണ് ചർച്ച ചെയ്യുന്നത്. ദെൻ പ്രാക്ടിക്കൽ നമ്പർ 7, it is related with the Unit 6 Database Management System for Accounting. Database Management System for Accounting എന്ന യൂണിറ്റിലെ ക്രിയേഷൻ ഓഫ് ടേബിൾ ഇൻ ഡിസൈൻ വ്യൂ എന്ന ടോപ്പിക്കുമായി ബന്ധപ്പെട്ട ഒരു പ്രാക്ടിക്കൽ ക്വസ്റ്റ്യനാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത്. ഒരു ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്തതിനു ശേഷം ഡിസൈൻ വ്യൂവിൽ ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്യാനും ആ ടേബിളിലേക്ക് തന്നിട്ടുള്ള ഡാറ്റ എൻ്റർ ചെയ്യാനും ഉള്ള ഒരു പ്രാക്ടിക്കൽ ക്വസ്റ്റ്യനാണ് പ്രാക്ടിക്കൽ നമ്പർ 7. അപ്പോൾ ആദ്യം ക്വസ്റ്റ്യൻ മനസ്സിലാക്കാം. ഫ്രം ദി ഫോളോയിങ് ഡീറ്റെയിൽസ് ക്രിയേറ്റ് എ ടേബിൾ ഇൻ ഡിസൈൻ വ്യൂ ബൈ യൂസിങ് ലിബ്രിയോഫീസ് ബേസ്. ലിബ്രിയോഫീസ് ബേസ് ഉപയോഗിച്ചുകൊണ്ട് താഴെ തന്നിട്ടുള്ള വിവരങ്ങളെ അടിസ്ഥാനമാക്കി ഒരു ഡിസൈൻ വ്യൂവിൽ ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്യുക. ഇതാണ് നമുക്ക് നൽകിയിട്ടുള്ള ക്വസ്റ്റ്യൻ. അപ്പോൾ ഇവിടെ നമ്മൾ ലിബ്രിയോഫീസ് ബേസിൽ എങ്ങനെയാണ് ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്യുക, എങ്ങനെയാണ് ഡിസൈൻ വ്യൂവിൽ ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്യുക എന്ന് ആദ്യം മനസ്സിലാക്കണം. അതിനുശേഷം നമുക്ക് ഈ പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള പ്രൊസീജിയറും ആ പ്രോബ്ലം ലൈവായിട്ട് സോൾവ് ചെയ്യുകയും ചെയ്തു നോക്കാം. അപ്പോൾ ആദ്യമായി നമുക്ക് ഈ പ്രോബ്ലം സോൾവ് ചെയ്യുന്നതിന് വേണ്ടി എങ്ങനെയാണ് ലിബ്രിയോഫീസ് ബേസിൽ ഒരു ഡാറ്റാബേസ് ഫയൽ ക്രിയേറ്റ് ചെയ്യുന്നത് എന്നും എങ്ങനെയാണ് ഡിസൈൻ വ്യൂവിൽ ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്യുന്നത് എന്നും മനസ്സിലാക്കാം. ആദ്യമായി ലിബ്രിയോഫീസ് ബേസിൽ എങ്ങനെയാണ് ഒരു ഡാറ്റാബേസ് ഫയൽ ക്രിയേറ്റ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കാം. ഒരു ഡാറ്റാബേസ് ഫയൽ ക്രിയേറ്റ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ലിബ്രിയോഫീസ് ബേസിൽ ഡാറ്റ എൻ്റർ ചെയ്യാനുള്ള ടേബിൾ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ഡാറ്റാബേസ് ക്രിയേഷന് വേണ്ടി ആദ്യമായി നമ്മൾ ലിബ്രിയോഫീസ് ബേസ് ഓപ്പൺ ചെയ്യണം. അതിനുവേണ്ടി ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഓപ്പൺ ലിബ്രിയോഫീസ് ബേസ്. അതിനുവേണ്ടി നമ്മൾ ആപ്ലിക്കേഷൻ മെനുവിലെ ഓഫീസ് ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അതിൽ ഓഫീസിലെ ലിബ്രിയോഫീസ് ബേസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലിബ്രിയോഫീസ് ബേസ് ഓപ്പൺ ചെയ്യാൻ കഴിയും. ദെൻ ലിബ്രിയോഫീസ് ഓഫീസ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് പുതിയ ഡാറ്റാബേസ് ഫയൽ ക്രിയേറ്റ് ചെയ്യണം. പുതിയ ഡാറ്റാബേസ് ഫയൽ ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ലിബ്രിയോഫീസ് ബേസ് ഓപ്പൺ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ വരുന്ന ഒരു വിൻഡോയാണ് ഡാറ്റാബേസ് വിസാർഡ്. ഈ ഡാറ്റാബേസ് വിസാർഡിലെ ക്രിയേറ്റ് ന്യൂ ഡാറ്റാബേസ് ടിക്ക് ചെയ്യുക. ക്ലിക്ക് ഹിയർ ന്യൂ ഡാറ്റാബേസിൽ ക്ലിക്ക് ചെയ്യുക. ഡീഫാൾട്ടായിട്ട് അത് ടിക്ക് ചെയ്തതുപോലെ ആയിരിക്കും, നിങ്ങൾ പ്രത്യേകിച്ച് ടിക്ക് ചെയ്യേണ്ടി വരാറില്ല. അതിനുശേഷം ദെൻ നെക്സ്റ്റ് ക്ലിക്ക് ഫിനിഷ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഫിനിഷ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡാറ്റാബേസ് ഫയലിൻ്റെ പേര് നൽകാനുള്ള ഒരു വിൻഡോ കാണാൻ കഴിയും. അപ്പോൾ ഫിനിഷ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കാണുന്ന ഒരു വിൻഡോ ഈ രൂപത്തിലായിരിക്കും. ഇവിടെ നെയിം എന്നതിന് നേരെ നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഡാറ്റാബേസ് ഫയലിന് പേര് നൽകുക. ഇവിടെ ഡാറ്റാബേസിനാണ് പേര് നൽകുന്നത്. അപ്പോൾ സാധാരണ പ്രാക്ടിക്കൽ എക്സാമിനേഷൻ ആണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ നൽകാവുന്നതാണ്. അങ്ങനെ പേര് നൽകിയാൽ നമ്മൾ അത് എവിടെയാണ് അതിൻ്റെ ലൊക്കേഷനൊക്കെ നമുക്ക് നോക്കൂ. അത് എവിടെയാണ് ലൊക്കേഷൻ എന്ന് സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഡെസ്ക്ടോപ്പ് വേണോ ഡോക്യുമെൻറ്റിലാണോ എവിടെയാണ് അതിൻ്റെ ലൊക്കേഷൻ വേണ്ടത് എന്ന് സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഫയൽ നെയിം നൽകുക. ഫയൽ നെയിം നൽകിയതിന് ശേഷം നമുക്ക് സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇത്രയും ചെയ്യുന്നതോടുകൂടി ഒരു ഡാറ്റാബേസ് ഫയൽ ക്രിയേറ്റ് ചെയ്തു. ഇപ്പോൾ നോക്കൂ, ഇവിടെ ഒരു student.odb എന്ന പുതിയ ഡാറ്റാബേസ് ഫയൽ ക്രിയേറ്റ് ചെയ്യപ്പെട്ടു. അപ്പോൾ ഇങ്ങനെയാണ് ഒരു ഡാറ്റാബേസ് ഫയൽ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഒരു
ടേബിൾ ക്രിയേറ്റ് ചെയ്യുന്നതിനെങ്കിൽ ആദ്യം ഒരു ലിബർ ഓഫീസ് ബേസിൽ ഒരു ഡാറ്റാബേസ് ഫയൽ ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ ഡാറ്റാബേസ് ഫയൽ ക്രിയേറ്റ് ചെയ്താൽ അതിൻ്റെ ഫസ്റ്റ് വിൻഡോ ആണ് ഈ കാണുന്നത്. ഒരു ഡാറ്റാബേസ് പാൻ കാണാൻ കഴിയും, ഒരു ടാസ്ക് ഏരിയ. അപ്പോൾ ഡാറ്റാബേസ് പാനിൽ ടേബിൾ, ക്വറി, ഫോം, റിപ്പോർട്ട് എന്നീ ഒബ്ജക്റ്റുകൾ നമുക്ക് കാണാൻ കഴിയും. ഇനി ഡാറ്റാബേസ് ഫയൽ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെയാണ് ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്യുന്നത് എന്ന് നോക്കാം. ടേബിൾ ഇൻ ഡിസൈൻ വ്യൂവിൽ എങ്ങനെയാണ് ടേബിൾ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ടേബിൾ ക്രിയേഷൻ ഇൻ ലിബർ ഓഫീസ് ബേസ് അണ്ടർ ഡിസൈൻ വ്യൂവിൽ ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്യുന്ന സ്റ്റെപ്പാണ് വിശദീകരിക്കാൻ പോകുന്നത്. ആദ്യമായി നമ്മൾ ഈ ഡാറ്റാബേസ് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത ഡാറ്റാബേസ് പേനിൽ ടേബിൾ കാണാം. അപ്പോൾ ടേബിളിലെല്ലാം ടിക്ക് ചെയ്യുന്നത് ക്വറിയിലാണെങ്കിൽ ടേബിൾ സെലക്ട് ചെയ്യണം. ഫോമോ റിപ്പോർട്ടോ ഇതിലേതാണോ സെലക്ട് ചെയ്തിട്ടുള്ളതെങ്കിൽ അതിൽ നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് ടേബിളാണ്. ടേബിൾ സെലക്ട് ചെയ്യുക. ആ ടേബിൾ സെലക്ട് ചെയ്തതിന് ശേഷം സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ക്ലിക്ക് ഓൺ ക്രിയേറ്റ് ടേബിൾ ഇൻ ഡിസൈൻ വ്യൂ. അതിനുശേഷം ക്രിയേറ്റ് ടേബിൾ ഇൻ ഡിസൈൻ വ്യൂയിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ടേബിളിൽ ക്ലിക്ക് ചെയ്തതിന് ചിലപ്പോൾ ഡീഫാൾട്ടായിട്ട് ടേബിളിലായിരിക്കും കിടക്കുന്നത്. അപ്പോൾ നിങ്ങൾ ക്ലിക്ക് ചെയ്യേണ്ടത് ആവശ്യമില്ല. അപ്പോൾ എന്ത് ചെയ്യാം, ക്രിയേറ്റ് ടേബിൾ ഇൻ ഡിസൈൻ വ്യൂയിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പുതിയൊരു വിൻഡോ വരും. ആ പുതിയ വിൻഡോയിൽ നിങ്ങൾ ഫീൽഡ് നെയിം എന്നുള്ളിടത്ത് നിങ്ങൾ ആ ടേബിളുമായി ബന്ധപ്പെട്ട ഓരോ ഫീൽഡ് നെയിമും എൻ്റർ ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ആ ഫീൽഡ് നെയിമിന് ആവശ്യമായ ഡാറ്റ ടൈപ്പ് അല്ലെങ്കിൽ ഫീൽഡ് ടൈപ്പ് എന്ന് പറയും, ഡാറ്റ ടൈപ്പ് അല്ലെങ്കിൽ ഫീൽഡ് ടൈപ്പ് സെലക്ട് ചെയ്യുക. അപ്പോൾ അതിൽ നിന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. സെലക്ട് ചെയ്ത് കൊടുത്ത് വേണമെങ്കിൽ നമുക്കതിൻ്റെ ഫീൽഡ് പ്രോപ്പർട്ടീസ് ഉണ്ട്. ആ പ്രോപ്പർട്ടീസ് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നൽകാവുന്നതാണ്. ഇപ്പോൾ ഒരു ഉദാഹരണമായി ഒരു എംപ്ലോയി ID നൽകുകയാണ്. ആ IDക്ക് പരമാവധി എത്ര ലെറ്റർ വരെ ആവാം, എത്ര ഡിജിറ്റ് വരെ ആവാം എന്നുള്ള കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ ഈ ഫീൽഡ് പ്രോപ്പർട്ടിയിൽ നമുക്ക് സെറ്റ് ചെയ്യാൻ കഴിയും. ദെൻ അതോടൊപ്പം തന്നെ ഡിസ്ക്രിപ്ഷൻ നൽകുക, ഒരു ചെറിയ ഷോർട്ട് ഡിസ്ക്രിപ്ഷൻ ഓരോ ഇതിൻ്റെ നേരെയും. അപ്പോൾ ഒരു ഫീൽഡ് നെയിം, ഫീൽഡ് ടൈപ്പ്, ഡിസ്ക്രിപ്ഷൻ. ഈ ഡിസ്ക്രിപ്ഷൻ ഓപ്ഷണലാണ്, നൽകണമെന്ന് നിർബന്ധമില്ല. അത് നൽകാതെയും നിങ്ങൾക്ക് ടേബിൾ ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ഓരോ ഫീൽഡ് ടൈപ്പും എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഫീൽഡ് നെയിം എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഫീൽഡ് ടൈപ്പ് സെലക്ട് ചെയ്യുക. ഫീൽഡ് ടൈപ്പ് സെലക്ട് ചെയ്തതിനു ശേഷം ഡിസ്ക്രിപ്ഷൻ എൻ്റർ ചെയ്യുക. അതിനുശേഷം സെക്കൻഡ് ഫീൽഡ് നെയിമും ഫീൽഡ് ടൈപ്പും ഡിസ്ക്രിപ്ഷൻ അങ്ങനെ എല്ലാം കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് പ്രൈമറി കീ സെറ്റ് ചെയ്യലാണ്. അപ്പോൾ പ്രൈമറി കീ സെറ്റ് ചെയ്യാൻ വേണ്ടി ഏത് ഫീൽഡ് നെയിമിനെയാണോ പ്രൈമറി കീ ആയി സെറ്റ് ചെയ്യുന്നത്, സാധാരണ അത് ഫസ്റ്റ് ഫീൽഡ് ആയിരിക്കും. അപ്പോൾ ആ പ്രൈമറി കീ ഏത് ഫീൽഡിനെയാണോ പ്രൈമറി കീ സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത് മൗസ് ഉപയോഗിച്ചുകൊണ്ട് സെലക്ട് ചെയ്യുക. അപ്പോൾ നോക്കൂ, EMB-ID എന്ന ഫീൽഡ് ഇപ്പോൾ മൗസ് ഉപയോഗിച്ച് സെലക്ട് ചെയ്തിട്ടുണ്ട്. ആ സെലക്ട് ചെയ്തതിന് ശേഷം അവിടെ മൗസ് ഉപയോഗിച്ച് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒരു വിൻഡോ വരും. ആ വിൻഡോയിൽ നോക്കൂ, ആ വിൻഡോയിൽ സെലക്ട് ദി റൈറ്റ്, ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം, റൈറ്റ് ക്ലിക്ക് ഓൺ ദി എംപ്റ്റി ബോക്സ്. ഈ എംപ്റ്റി ബോക്സിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക. ജസ്റ്റ് ടു ലെഫ്റ്റ് ഓഫ് ദി നെയിം ഫീൽഡ് നെയിമിൻ്റെ തൊട്ടപ്പുറത്തുള്ള ആ എംപ്റ്റി ബോക്സിൽ ഒന്ന് റൈറ്റ് ക്ലിക്ക് ചെയ്യുക. ആ റൈറ്റ് ക്ലിക്ക് ഏതിനെയാണോ നമ്മൾ പ്രൈമറി കീ സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആ ഫീൽഡിൻ്റെ ഫീൽഡ് നെയിമിൻ്റെ തൊട്ടപ്പുറത്തുള്ള ആ ബോക്സിലാണ് റൈറ്റ് ക്ലിക്ക് ചെയ്യേണ്ടത്. ആ റൈറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇതേപോലെ ഒരു പോപ്പപ്പ് മെനു വരും. അതിൽ നിന്നും പ്രൈമറി കീയിൽ സെലക്ട് ചെയ്യുക അല്ലെങ്കിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതോടുകൂടി പ്രൈമറി കീ സെറ്റ് ചെയ്ത് കഴിഞ്ഞു. പ്രൈമറി കീ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ ടേബിൾ സേവ് ചെയ്യാം. സേവ് ചെയ്യുന്നതിന് വേണ്ടി പ്രൈമറി കീ സെറ്റ് ചെയ്തപ്പോൾ നമുക്ക് കാണാൻ കഴിയാം അവിടെ ഒരു കീയുടെ ചിഹ്നം കാണാൻ കഴിയും. പ്രൈമറി കീ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് നമുക്ക് ടേബിൾ സേവ് ചെയ്യണം. അപ്പോൾ സേവിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു വിൻഡോ വരും. അതിൽ നമുക്ക് ടേബിളിനൊരു പേര് നൽകുക, ഓക്കെ ബട്ടൺ പ്രസ് ചെയ്യുക. അപ്പോൾ സേവ് ദി ടേബിൾ സേവ് ചെയ്യുന്നത് എങ്ങനെ എന്ന് പറഞ്ഞു. സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യണം, ഡീഫാൾട്ട് ടേബിൾ 1 എന്നായിരിക്കും. നമുക്ക് അതിന് പേര് നൽകാം. പേര് നൽകിക്കഴിഞ്ഞാൽ ഡീഫാൾട്ട് ടേബിളിൻ്റെ നെയിം ടേബിൾ 1 എന്നായിരിക്കും. നമുക്കതിന് സ്വന്തമായിട്ട് നമ്മളുടേതായ ടേബിൾ നെയിം കൊടുക്കാവുന്നതാണ്. ടേബിൾ കൊടുത്തതിന് ശേഷം ഓക്കെ ബട്ടൺ പ്രസ് ചെയ്യുക. ഓക്കെ ബട്ടൺ പ്രസ് ചെയ്തതിന് ശേഷം ദെൻ സേവ് ക്ലിക്ക് ചെയ്യുക, ഓക്കെ ബട്ടൺ പ്രസ് ചെയ്യുക. ദെൻ അതിനുശേഷം
ഓക്കെ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ദെൻ ആ ടേബിൾ സേവ് ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ നോക്കൂ TBL എംപ്ലോയി എന്ന ടേബിളായി. ഇനി ഇത് ക്ലോസ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ TBL എന്ന എംപ്ലോയി എന്ന ടേബിൾ ക്രിയേറ്റ് ചെയ്തതായിട്ട് കാണാൻ കഴിയും. അപ്പോൾ ഇങ്ങനെയാണ് ഡാറ്റാബേസിൽ ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്യുന്നത്. ഇനി ഈ ടേബിൾ TBL എംപ്ലോയി എന്ന ഈ ടേബിൾ ഡബിൾ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ടേബിളിലേക്ക് ഡാറ്റ എൻ്റർ ചെയ്യാൻ കഴിയും. അപ്പോൾ ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ആദ്യം നമ്മൾ ഡാറ്റാബേസ് ഫയൽ ക്രിയേറ്റ് ചെയ്യണം, പിന്നെയാണ് ടേബിൾ ക്രിയേറ്റ് ചെയ്യേണ്ടത്. അതിൻ്റെ സ്റ്റെപ്സുകൾ എന്തൊക്കെയാണ് നമ്മൾ വിശദീകരിച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് നമ്മളുടെ പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള പ്രൊസീജിയർ എന്താണെന്ന് മനസ്സിലാക്കാം. അപ്പോൾ നമുക്ക് സ്ക്രീനിൽ കാണുന്ന ഈ പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള പ്രൊസീജിയർ ആദ്യം മനസ്സിലാക്കാം. അതിനുശേഷം നമുക്കത് സോൾവ് ചെയ്യാം. ആദ്യമായി ഫസ്റ്റ് സ്റ്റെപ്പ് ലിബ്രിയോഫീസ് ബേസ് ഓപ്പൺ ചെയ്യുക. സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഡാറ്റാബേസ് ക്രിയേഷനാണ്. ഡാറ്റാബേസ് ക്രിയേഷന് വേണ്ടി നമ്മൾ ക്ലിക്ക് ഓൺ ക്രിയേറ്റ് ന്യൂ ഡാറ്റാബേസ്, ഫിനിഷിൽ ക്ലിക്ക് ചെയ്യുക. ദെൻ ഫയൽ, ആ ഡാറ്റാബേസ് ഫയലിന് പേര് നൽകുക. ഇവിടെ EMB ഡീറ്റെയിൽസ് എന്നാണ് ഫയലിന് പേര് നൽകിയിട്ടുള്ളത്. അപ്പോൾ EMB_details എന്ന് ഒരു പേര് നൽകുന്നു. ആ ഡാറ്റാബേസിൻ്റെ പേരാണത്. നിങ്ങൾക്ക് ലാബ് എക്സാം നടക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ ഡാറ്റാബേസിന് പേര് നൽകാവുന്നതാണ്. അതിനുശേഷം സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ദെൻ അപ്പോൾ ഡാറ്റാബേസ് ഫയൽ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ക്രിയേറ്റ് ടേബിളാണ്. ടേബിൾ ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടി ക്ലിക്ക് ടേബിൾ ഇൻ ഡാറ്റാബേസ്, ഡാറ്റാബേസ് പാനലിലെ ടേബിൾ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ക്ലിക്ക് ഓൺ ക്രിയേറ്റ് ടേബിൾ ഇൻ ഡിസൈൻ വ്യൂ, ക്രിയേറ്റ് ടേബിൾ ഇൻ ഡിസൈൻ വ്യൂവിൽ ക്ലിക്ക് ചെയ്യുക. ആ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കൊരു പുതിയ വിൻഡോ വരും. ആ വിൻഡോയിൽ നമ്മൾ ഫീൽഡ് നെയിമും എൻ്റർ ചെയ്യുക, ഡാറ്റ ടൈപ്പ് സെലക്ട് ചെയ്യുക, ഡിസ്ക്രിപ്ഷൻ നൽകുക. ഏതുപോലെ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത് പോലെ EMBID എന്ന് ഫീൽഡ് നെയിം, ഫീൽഡ് ടൈപ്പ് സെലക്ട് ചെയ്യേണ്ടത് ടെക്സ്റ്റ് വാർച്ചാറാണ്, ഡിസ്ക്രിപ്ഷൻ എംപ്ലോയി ID എന്ന് നൽകാം. ഇങ്ങനെ ഓരോ ഫീൽഡ് നെയിമും അതിൻ്റെ ഫീൽഡ് ടൈപ്പ് സെലക്ട് ചെയ്യണം, ഡിസ്ക്രിപ്ഷൻ നൽകണം. അപ്പോൾ ഇങ്ങനെ എല്ലാ ഫീൽഡ് നെയിമും ഫീൽഡ് ടൈപ്പും ഡിസ്ക്രിപ്ഷൻ നൽകി കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് പ്രൈമറി കീ സെറ്റ് ചെയ്യണം. പ്രൈമറി കീ സെറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് EMBID എന്ന ഫീൽഡ് സെലക്ട് ചെയ്യുക. മൗസ് ഉപയോഗിച്ച് സെലക്ട് ചെയ്ത് അതിൽ മൗസ് ഉപയോഗിച്ച് റൈറ്റ് ക്ലിക്ക് ചെയ്യുക. റൈറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ അവിടെ ഒരു പോപ്പപ്പ് മെനു വരും. അതിൽ പ്രൈമറി കീയിൽ ക്ലിക്ക് ചെയ്യുക. ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഒരു പ്രൈമറി കീ സെറ്റ് ചെയ്യാൻ കഴിയും. അപ്പോൾ പ്രൈമറി കീ സെറ്റിംഗ് എന്ന എങ്ങനെയാണ്? ഏത് ഫീൽഡ് നെയിമിനെയാണോ പ്രൈമറി കീ ആയി സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ ഫീൽഡ് നെയിം സെലക്ട് ചെയ്യുക. അതിനുശേഷം മൗസ് ഉപയോഗിച്ചുകൊണ്ട് റൈറ്റ് ക്ലിക്ക് ചെയ്യുക. റൈറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ വരുന്ന മെനുവിൽ നിന്നും പ്രൈമറി കീ എന്നുള്ളത് സെലക്ട് ചെയ്യുക. അങ്ങനെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് പ്രൈമറി കീ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടേബിൾ സേവ് ചെയ്യണം. ടേബിൾ സേവ് ചെയ്യുന്നതിന് വേണ്ടി സേവ് ചെയ്യാനുള്ള ഐക്കൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് സേവ് ചെയ്യാനുള്ള ഒരു വിൻഡോ വരും. ടേബിളിൻ്റെ പേര് നൽകാനുള്ളൊരു വിൻഡോ വരും. അവിടെ നമുക്ക് ടേബിൾ നെയിം എംപ്ലോയി എന്ന് നൽകാം. അങ്ങനെ നൽകിയതിന് ശേഷം ഓക്കെ പ്രസ് ചെയ്യുക. അതിനുശേഷം ആ ടേബിൾ ക്ലോസ് ചെയ്യാം. അപ്പോൾ നമ്മൾ ടേബിളിന് സേവ് ചെയ്യുമ്പോൾ നമ്മളോട് എന്ത് ചോദിക്കുന്നു? ടേബിളിൻ്റെ പേര് ചോദിക്കുന്നു. അപ്പോൾ പേര് നൽകുക. അതിനുശേഷം ടേബിൾ ക്ലോസ് ചെയ്യുക. ടേബിൾ ക്ലോസ് ചെയ്തതിന് ശേഷം ഇനി ആ ടേബിളിലേക്ക് നമുക്ക് ഡാറ്റ എൻ്റർ ചെയ്യേണ്ടതുണ്ട്. നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള ഡാറ്റ ടേബിൾ എൻ്റർ ചെയ്യുന്നതിന് വേണ്ടി ഡബിൾ ക്ലിക്ക് ഓൺ ദി എംപ്ലോയി. അപ്പോൾ എംപ്ലോയി എന്ന ടേബിൾ ഡബിൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഒരു വിൻഡോ വരും. ആ വിൻഡോയിൽ നമുക്ക് ക്വസ്റ്റ്യനിലുള്ളത് പ്രകാരം എല്ലാ ഡീറ്റെയിൽസും എൻ്റർ ചെയ്യുക. അതിനുശേഷം സേവ് ചെയ്യുക, ടേബിൾ ക്ലോസ് ചെയ്യുക. ഇത്രയുമാണ് നമുക്ക് ആ തന്നിട്ടുള്ള പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള പ്രൊസീജിയർ. ഇനി അങ്ങനെ പ്രകാരം നമ്മൾ പ്രോബ്ലം സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കുന്ന ഔട്ട്പുട്ട് നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് പോലെ ആയിരിക്കും. അപ്പോൾ ഈ പ്രോബ്ലം എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത് എന്ന് നമുക്ക് ലൈവായിട്ട് മനസ്സിലാക്കാം. ആദ്യമായി നമുക്ക് ഒരു ഡാറ്റാബേസ് ഫയൽ ക്രിയേറ്റ് ചെയ്യേണ്ടതുണ്ട്. അതിനുവേണ്ടി ആദ്യം ലിബ്രിയോഫീസ് ബേസ് ഓപ്പൺ ചെയ്യുക. അതിനുവേണ്ടി ആപ്ലിക്കേഷൻ മെനുവിലെ ഓഫീസ് ഓപ്ഷൻ എടുക്കുക. ഓഫീസിലെ ലിബ്രിയോഫീസ് ബേസിൽ ക്ലിക്ക് ചെയ്യുക. ശ്രദ്ധിക്കണേ, ആപ്ലിക്കേഷൻ ഓഫീസ് ലിബ്രിയോഫീസ് ബേസിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഡാറ്റാബേസ് വിസാർഡ് എന്ന വിൻഡോ വരും. ഇവിടെ നമുക്ക് ക്രിയേറ്റ് ന്യൂ ഡാറ്റാബേസിലാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. ഓൾറെഡി അവിടെ ടിക്ക് ചെയ്ത് കിടക്കുന്നുണ്ട്. പ്രത്യേകിച്ച് നമുക്കൊന്നും ചെയ്യേണ്ടതില്ല. ഇനി ഫിനിഷ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഫിനിഷ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം.
അപ്പോൾ നമുക്ക് ഡാറ്റാബേസിന് പേര് നൽകാനുള്ള ഒരു വിൻഡോ വരും, സേവ് വിൻഡോ വരുന്നുണ്ട്. അവിടെ നമുക്ക് ഡാറ്റാബേസിന് പേര് നൽകാൻ, ഞാൻ ഡാറ്റാബേസിന് പേര് നൽകുന്ന EMB ഡീറ്റെയിൽസ് എന്നാണ്. EMB_details എന്നൊരു പേര് നൽകുന്നു. ഇനി അത് എവിടെയാണ് നമുക്ക് ലൊക്കേഷൻ വേണമെങ്കിൽ സെലക്ട് ചെയ്യാം, ഡെസ്ക് ടോപ്പിൽ വേണോ എവിടെയാണ്. ഞാൻ ഡെസ്ക് ടോപ്പിൽ EMB ഡീറ്റെയിൽസ് എന്ന ഫയൽ ഡെസ്ക് ടോപ്പ് സെലക്ട് ചെയ്യുകയാണ്. ഡാറ്റാബേസിൻ്റെ ഫയൽ ഇവിടെ എൻ്റർ ചെയ്തു. ഇനി നമുക്ക് സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ നമുക്ക് ഒരു ഡാറ്റാബേസ് ഫയൽ ക്രിയേറ്റ് ചെയ്തതായിട്ട് കാണാം. മുകളിൽ നോക്കൂ, EMBdetails.odb എന്ന ഡാറ്റാബേസ് ഫയൽ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് ടേബിൾ ക്രിയേഷനാണ്. അപ്പോൾ ടേബിൾ ക്രിയേഷന് വേണ്ടി നമ്മൾ ഈ ക്രിയേറ്റ് ചെയ്ത ഡാറ്റാബേസ് ഫയൽ ഇവിടെ കാണാൻ കഴിയും. ഇപ്പോൾ നോക്കൂ, ഇവിടെ EMBdetails.odb എന്ന ഫയൽ ഇവിടെ കാണാൻ കഴിയും. നമുക്ക് ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് ടേബിൾ ക്രിയേഷനാണ്. അപ്പോൾ ടേബിൾ ക്രിയേഷന് വേണ്ടി നോക്കൂ, ഇവിടെ ഡാറ്റാബേസ് പെയിൻ എന്നാണ് ഇതിന് പറയുന്നത്. ഇവിടെ ടേബിൾ, ക്വറി, ഫോം, റിപ്പോർട്ട് എന്നിങ്ങനെ ഒബ്ജക്റ്റുകൾ കാണാൻ കഴിയും. അപ്പോൾ ഓൾറെഡി ടേബിളിലായിരിക്കും സെലക്ട് ചെയ്ത് കിടക്കുന്നത്. ക്വറിയിലോ ഫോമിലോ ആണ് സെലക്ട് ചെയ്ത് കിടക്കുന്നതെങ്കിൽ നിങ്ങൾ ആദ്യം എന്ത് ചെയ്യണം, ടേബിൾ ക്ലിക്ക് ചെയ്യണം. അപ്പോൾ ഡിഫാൾട്ടായിട്ട് ടേബിൾ ആണെങ്കിൽ പിന്നെ ക്ലിക്ക് ചെയ്യേണ്ടതില്ല. അപ്പോൾ ടേബിൾ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ടാസ്ക് പാൻ എന്ന് പറയും. ഇവിടെ കാണാം ഫസ്റ്റ് ക്രിയേറ്റ് ടേബിൾ ഇൻ ഡിസൈൻ വ്യൂ, ഇതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഒരു പുതിയ ടേബിൾ ഡിസൈൻ എന്ന വിൻഡോ വരും. ലിബ്രിയോഫീസിലെ ടേബിൾ ഡിസൈൻ എന്ന വിൻഡോ വരും. ഇവിടെ ഫീൽഡ് നെയിം, ഫീൽഡ് ടൈപ്പ്, ഡിസ്ക്രിപ്ഷൻ എങ്ങനെ 3 കോളം കാണാൻ കഴിയും. അത് ഫീൽഡ് നെയിമിൽ നമ്മളെ ക്വസ്റ്റ്യനിലുള്ളതുപോലെ തന്നെ ഓരോ ഫീൽഡ് നെയിമുകളും എൻ്റർ ചെയ്യുക. ഫീൽഡ് ടൈപ്പ് സെലക്ട് ചെയ്യുക, ഡിസ്ക്രിപ്ഷൻ നൽകുക. നമുക്ക് ഇവിടെ ക്വസ്റ്റ്യൻ പ്രകാരം നമുക്ക് നൽകാനുള്ളത് EMB_ID. അതിൻ്റെ ഫീൽഡ് ടൈപ്പ് ടെക്സ്റ്റ് വാർച്ചാർ തന്നെയാണ്, നമ്മൾ മാറ്റേണ്ടതില്ല. ഇവിടെ നോക്കൂ, ഇതിന് വേണ്ടത് നമുക്ക് സെലക്ട് ചെയ്യാം. ഇവിടെ ഓൾറെഡി ടെക്സ്റ്റ് വാർച്ചാർ തന്നെയാണ്, അതുകൊണ്ട് ഞാനൊന്നും ചെയ്യുന്നില്ല. ഡിസ്ക്രിപ്ഷൻ നൽകാം. ഇത് നിർബന്ധമില്ല, അവിടെ ഡിസ്ക്രിപ്ഷൻ നൽകണം നിർബന്ധമില്ല, നമ്മൾ ഇവിടെ നൽകുന്നുണ്ട്. എംപ്ലോയി ID എന്ന് ഡിസ്ക്രിപ്ഷൻ നൽകുന്നു. ദെൻ സെക്കൻഡ് ഫീൽഡ് എന്താണ്, EMB_name. ദെൻ അതിൻ്റെയും ഡാറ്റ ടൈപ്പ് ടെക്സ്റ്റ് വാർച്ചാർ തന്നെയാണ്, അപ്പോൾ അത് മാറ്റേണ്ടതില്ല. ഇനി മാറ്റണമെങ്കിൽ മാത്രമേ സെലക്ട് ചെയ്യേണ്ടതുള്ളൂ. നെക്സ്റ്റ് അവിടെ ഡിസ്ക്രിപ്ഷൻ്റെ അവിടെ നമുക്ക് എന്ത് എഴുതാം, എംപ്ലോയി നെയിം എന്ന് കൊടുക്കാം. എംപ്ലോയി നെയിം ഇത് നൽകണമെന്ന് ഒരിക്കലും നിർബന്ധമില്ല. നെക്സ്റ്റ് മൂന്നാമത്തെ ഫീൽഡ് നെയിം EMB_sex. ദെൻ അതും ടെക്സ്റ്റ് വാർച്ചാർ തന്നെയാണ് ഫീൽഡ് ടൈപ്പ്. അവിടെ നമുക്ക് എംപ്ലോയി സെക്സ് എന്ന് നമുക്ക് ഡിസ്ക്രിപ്ഷൻ കൊടുക്കാം. ദെൻ നെക്സ്റ്റ് വരുന്നത് EMB ബേസിക് പേ. EMB_basic പേ എന്ന് ടൈപ്പ് ചെയ്യുന്ന ഫീൽഡ് നെയിമിൽ. ദെൻ അതിൻ്റെ ഡാറ്റ ടൈപ്പ് നമ്പറാണ്. അപ്പോൾ ഇതിൽ നിന്ന് നമ്പർ സെലക്ട് ചെയ്യാൽ N എന്ന് പ്രസ് ചെയ്താൽ മതി. നമ്പർ ന്യൂമറിക്ക് സെലക്ട് ചെയ്യാം. ദെൻ എൻ്റർ പ്രസ് ചെയ്യാം. അവിടെ നമുക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബേസിക് പേ ഓഫ് എംപ്ലോയി എന്ന് കൊടുക്കാം. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഡിസ്ക്രിപ്ഷൻ നൽകണമെന്ന് ഒരിക്കലും നിർബന്ധമില്ല. എല്ലാ ഫീൽഡ് നെയിമും ഫീൽഡ് ടൈപ്പും നൽകിക്കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് പ്രൈമറി കീ സെറ്റ് ചെയ്യാണ്. അപ്പോൾ ഇവിടെ EMB_ID ആണ് പ്രൈമറി കീ ആയി സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ഈ EMB_IDയുടെ തൊട്ടുപുറത്തുള്ള ഈ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് സെലക്ട് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇതാണ് വേണ്ടെങ്കിൽ ഇവിടെ സെലക്ട് ചെയ്യാം. അപ്പോൾ നമുക്കിവിടെ വേണ്ടത് പ്രൈമറി കീ ആയി സെറ്റ് ചെയ്യുന്നത് EMB_ID ആണ്. അപ്പോൾ ഇവിടെ സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഭാഗത്ത് ഈ ഫീൽഡ് നെയിമിൻ്റെ തൊട്ടപ്പുറത്തുള്ള ആ ബോക്സിൽ മൗസ് ഉപയോഗിച്ചുകൊണ്ട് റൈറ്റ് ക്ലിക്ക് ചെയ്യുക. റൈറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ ഒരു വിൻഡോ വരും, കട്ട്, കോപ്പി, ഡിലീറ്റ്, ഇൻസേർട്ട്, പ്രൈമറി കീ. അതിൽ പ്രൈമറി കീ സെലക്ട് ചെയ്യുക. അപ്പോൾ ഒന്നുകൂടി കാണിക്കാം.
ഇവിടെ മൗസ് ഉപയോഗിച്ചുകൊണ്ട് റൈറ്റ് ക്ലിക്ക് ചെയ്യുക, അതിൽ നിന്നും പ്രൈമറി കീ വരും, അത് സെലക്ട് ചെയ്യുക അല്ലെങ്കിൽ അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നോക്കൂ, ഇവിടെ ഒരു കീ ചിഹ്നം കാണാൻ കഴിയും അല്ലേ, ഒരു കീയുടെ സിമ്പിൾ അവിടെ കാണാൻ കഴിയും. അപ്പോൾ പ്രൈമറി കീ സെലക്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഈ ടേബിൾ സേവ് ചെയ്യണം. അപ്പോൾ സേവ് ചെയ്യാൻ വേണ്ടി ടേബിളിൻ്റെ പേര് നൽകണം. അതിന് വേണ്ടി പേര് നൽകിയാണ് സേവ് ചെയ്യേണ്ടത്. അപ്പോൾ നോക്കൂ, ഫയൽ സേവിലോ അല്ലെങ്കിൽ ഇവിടെ കാണാം ഒരു സേവ് ഐക്കൺ കാണാം, ഇതിൽ ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ നമ്മളോട് ഡീഫാൾട്ടായിട്ട് ടേബിളിൻ്റെ പേര് ടേബിൾ 1 എന്നായിരിക്കും. നമ്മൾക്ക് അതിനൊരു ടേബിളിൻ്റെ പേര് കൊടുക്കാൻ ഞാൻ ഇവിടെ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് എംപ്ലോയി എന്ന പേരാണ്. അപ്പോൾ ഞാൻ എംപ്ലോയി എന്ന് ടേബിളിന് പേര് നൽകുന്നു. എന്നിട്ട് ഓക്കെ പ്രസ് ചെയ്യുക. അപ്പോൾ ശ്രദ്ധിക്കണേ, സേവിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ സേവ് ആസ് എന്ന വിൻഡോ വരും, അതിൽ ടേബിൾ നെയിം നൽകുക, ഓക്കെ പ്രസ് ചെയ്യുക. അപ്പോൾ നമുക്ക് നോക്കുമ്പോൾ എംപ്ലോയി എന്ന ടേബിൾ ഇവിടെ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ടേബിൾ ക്ലോസ് ചെയ്യാൻ മറക്കരുത്. ഇപ്പോൾ ക്ലോസ് വിൻഡോയിൽ ക്ലോസ് ചെയ്യുക. അപ്പോൾ നോക്കൂ, നമ്മൾ ക്രിയേറ്റ് ചെയ്ത ടേബിൾ ഇവിടെ കാണാൻ കഴിയും. എംപ്ലോയി എന്ന ടേബിൾ ഈ ടേബിളിൻ്റെ താഴെ കാണാൻ കഴിയും. അപ്പോൾ ഈ ക്രിയേറ്റ് ചെയ്തതിൽ എന്തെങ്കിലും പിഴവ് സംഭവിക്കുകയാണെന്ന് വിചാരിക്കുക. നിങ്ങൾ ലാബ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്തെങ്കിലും പിഴവ് സംഭവിക്കുകയാണെങ്കിൽ, ഉദാഹരണമായി നിങ്ങൾ ഫീൽഡ് ടൈപ്പ് സെലക്ട് ചെയ്തത് തെറ്റായിപ്പോയി എങ്കിൽ അത് തിരുത്താൻ എന്താണ് വഴി? നിങ്ങൾ ഈ എംപ്ലോയിയിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് എഡിറ്റിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ വിൻഡോ വീണ്ടും കാണാൻ കഴിയും. അപ്പോൾ ഇവിടെ നോക്കൂ, ഞാനിവിടെ എംപ്ലോയി ബേസിക് പേ ടെക്സ്റ്റാണ് നൽകിയത്, അപ്പോഴാണ് മനസ്സിലായത് അത് നമ്പറാണ് നൽകേണ്ടത്. അപ്പോൾ നമുക്ക് ഈ രീതിയിൽ അത് തെറ്റുകൾ തിരുത്താവുന്നതാണ്, വീണ്ടും ക്ലോസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്തുകൊണ്ട് എഡിറ്റിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും അതിൽ ചെറിയ മാറ്റങ്ങളെല്ലാം നമുക്ക് വരുത്താൻ കഴിയും. ഇനി ഈ ചോദ്യത്തിൽ നമ്മളോട് തന്നിട്ടുള്ള ഡീറ്റെയിൽസ് ടേബിളിൽ എൻ്റർ ചെയ്യാൻ ആവശ്യപ്പെടുന്നത്. അപ്പോൾ ഒരു ടേബിളിലേക്ക് ഡാറ്റ എൻ്റർ ചെയ്യുന്നത് എങ്ങനെ? അപ്പോൾ നോർമൽ കേസിൽ ഇവിടെ നമ്മൾ ഡാറ്റ എൻ്റർ ചെയ്യുന്നത് ഈ ടേബിളിലേക്ക് നേരിട്ടാണ്, ഫോമിലൂടെ എൻ്റർ ചെയ്യാം, ഇവിടെ നേരിട്ടാണ് എൻ്റർ ചെയ്യുന്നത്. അതിനുവേണ്ടി ഈ എംപ്ലോയി എന്ന ടേബിളിൽ ഈ എംപ്ലോയി എന്ന ടേബിളിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുക. ഡബിൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു പുതിയ വിൻഡോ വരും. അവിടെ നോക്കൂ, EMB ID, EMB നെയ്, EMB സെക്സ്, EMB ബേസിക് പേ എന്ന് ഉൾക്കൊള്ളുന്ന പുതിയ വിൻഡോ കാണാം. ഇതിലേക്ക് നമുക്ക് ക്വസ്റ്റ്യനിൽ നൽകിയതുപോലെ ഡാറ്റ എൻ്റർ ചെയ്ത് കൊടുക്കുക. ആദ്യം 100, ദെൻ എൻ്റർ പ്രസ് ചെയ്യുകയോ അല്ലെങ്കിൽ നോക്കൂ, എൻ്റർ പ്രസ് ചെയ്താൽ തൊട്ടപ്പുറത്തേക്ക് മാറും. EMB നെയിം അരുൺ. നെക്സ്റ്റ് EMB സെക്സ് ബേസിക് പേ 30,000. നെക്സ്റ്റ് എൻ്റർ പ്രസ് ചെയ്യാം. അപ്പോൾ സെക്കൻഡ് വന്നു 101. ദെൻ നിഷ F 60,000. നെക്സ്റ്റ് 102 അനിൽ M 40,000. ലാസ്റ്റ് 103 രൂപ ഫീമെയിൽ 80,000. അപ്പോൾ എല്ലാ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്ത് കഴിഞ്ഞു. ടേബിളിലേക്ക് ഡാറ്റ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഫയൽ സേവ് ഉപയോഗിച്ചുകൊണ്ടോ അല്ലെങ്കിൽ സേവ് കറൻറ്റ് റെക്കോർഡ് ഉപയോഗിച്ചുകൊണ്ടോ അല്ലെങ്കിൽ ഈ സേവ് കറൻറ്റ് റെക്കോർഡ് ഐക്കൺ ഉപയോഗിച്ചുകൊണ്ടോ അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ടോ നമുക്ക് സേവ് ചെയ്യാം. ഇവിടെ ക്ലിക്ക് ചെയ്തു സേവ് ചെയ്തു. ഇനി നമുക്കിത് ക്ലോസ് ചെയ്യാം. അപ്പോൾ നോക്കൂ, എപ്പോൾ വേണമെങ്കിൽ നമുക്ക് ഇത് കാണാവുന്നതാണ്. ആ ടേബിളിലെ ഡീറ്റെയിൽസ് കാണെങ്കിൽ ഇവിടെ ഡോക്യുമെൻ്റ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ആ ടേബിളിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കാണാൻ കഴിയും. അല്ലെങ്കിൽ നമുക്ക് ഈ ടേബിൾ ഡബിൾ ക്ലിക്ക് ചെയ്താൽ എപ്പോൾ നോക്കിയാലും നമുക്ക് ടേബിൾ ക്രിയേറ്റ് ചെയ്ത എൻ്റർ ചെയ്ത ഡീറ്റെയിൽസ് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഇങ്ങനെയാണ് ഒരു ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ഒരു ഡിസൈൻ വ്യൂവിൽ ടേബിൾ ക്രിയേറ്റ് ചെയ്യുന്നതും ആ ടേബിളിലേക്ക് ഡാറ്റ എൻ്റർ ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ഈ ക്വസ്റ്റ്യനിൽ ആവശ്യപ്പെടുന്നത് ഡിസൈൻ വ്യൂവിൽ ടേബിൾ ക്രിയേറ്റ് ചെയ്യാനും ആ ടേബിളിലേക്ക് ഡാറ്റ എൻ്റർ ചെയ്യാനുമാണ്. അതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഈ എൻ്റർ ചെയ്ത ഡാറ്റയാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഡാറ്റാബേസുമായി ബന്ധപ്പെട്ടതാണ്. അത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ശ്രദ്ധയോടുകൂടി ക്ലാസ് കേൾക്കുക. വീണ്ടും സംശയമുണ്ടെങ്കിൽ തീർച്ചയായും ഉന്നയിക്കാൻ മടിക്കരുത് എന്ന് ഓർമ്മപ്പെടുത്തുന്നു. താങ്ക് യു.